ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. വെൽക്കം ടു മലയാളം ആർക്കിടെക്ചറൽ ട്യൂട്ടോറിയൽസ്. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടു കാണും, ബിമ്മിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, എവിടെ പഠിക്കാം, എന്തൊക്കെ പഠിക്കണം, എങ്ങനെ ഗ്രോ ചെയ്യാം, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഒരുപാട് ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ബിം എന്ന് നോക്കിയാൽ, ബിം എന്ന് പറയുന്നത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ആണ്. അതൊരു പ്രോസസ്സാണ്. അതായത് ഒരുപാട് സോഫ്റ്റ്വെയർസിൻ്റെയും ടെക്നോളജീസിൻ്റെയും സപ്പോർട്ട് കൊണ്ട്, അതായത് ഒരുപാട് സോഫ്റ്റ്വെയർ ടെക്നോളജീസിൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സ്റ്റാർട്ട് ടു എൻഡ്, അതായത് പ്ലാനിങ് മുതൽ എക്സിക്യൂഷൻ വരെയുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ മോഡലിങ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഡിജിറ്റലി റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബിം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, റെവിറ്റ് ആണോ ബിം അല്ലെങ്കിൽ ബിം ആണോ റെവിറ്റ് എന്നുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ബിം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ അല്ല. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഒരുപാട് സോഫ്റ്റ്വെയറിൻ്റെ, അതായത് ടൂൾസിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി ഉള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബിം എന്ന് പറയുന്നത്. അതിലെ ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് റെവിറ്റ്. ഓക്കെ, അതായത് നമുക്കിപ്പം NUP ചെയ്യാനായാലും, ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്യാനായാലും, സ്ട്രക്ചറിൽ ചെയ്യാനായാലും, പ്രീകാസ്റ്റിംഗ് ചെയ്യാനായാലും എല്ലാം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് റെവിറ്റ്. ഇതുപോലെ റെവിറ്റിനെ പോലെ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട്. ടെക്ലെ ആയാലും, ട്രിമ്പിളിൻ്റെ ടെക്ലെ ആയാലും, അതല്ലെങ്കിൽ ആർക്കിക്കാഡ് ആയാലും, സ്റ്റാഡ് ആയാലും, അങ്ങനത്തെ കുറേ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ. BIM 360, നവീസ് വർക്ക്, ഇതെല്ലാം ബിമ്മിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഓരോ യൂസാണ്. അതായത് ഇപ്പം ബിൽഡിംഗ് നമ്മൾ റെവിറ്റ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് ഡേറ്റ ഡിസൈൻ ചെയ്യാനും ഡേറ്റ ഇൻപുട്ട് കൊടുക്കാനും ഒക്കെയാണ്. നവീസ് വർക്ക് എന്ന് പറയുമ്പോൾ റിവ്യൂ ചെയ്യാനും ക്ലാസ് ഡിറ്റക്ഷനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു മാനേജ് ആ ഒരു ലെവലിലേക്ക്. ഓക്കെ, അല്ല BIM 360 ഉണ്ട്. ഇതെല്ലാം ബിം സോഫ്റ്റ്വെയർസാണ്. അതിലെ ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് റെവിറ്റ്. ഒരിക്കലും നമ്മൾ ബിമ്മിനെ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കണക്കാക്കാൻ പാടില്ല. പിന്നെ ഉള്ളൊരു ഡൗട്ടാണ്, എവിടെയാണ് ഇത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ. ഓക്കെ, ബിം എന്ന് പറയുന്നത് നമുക്കിപ്പം എവിടെ നിന്നെങ്കിലും ഒരിടത്തു നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മളുടെ തന്നെ കുറേ സ്കിൽസും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻട്രസ്റ്റും എല്ലാം ഉൾപ്പെടുത്തി പഠിച്ചെടുക്കാവുന്ന, അതായത് ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ചോയ്സാണത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മിനിമം നമ്മളിപ്പോൾ ഇന്ത്യയിലല്ലെങ്കിൽ നല്ല അത്യാവശ്യം രാജ്യങ്ങളിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ബിം എന്ന് പറയുന്നത്. അപ്പം അത് എന്താ ബേസിക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റെവിറ്റ് തന്നെയാണ്. റെവിറ്റ് ആണ് ബേസിക്. പക്ഷേ റെവിറ്റ് മാത്രം കൊണ്ട് ബിം ആകില്ല. റെവിറ്റ്, നവീസ് വർക്ക്, പിന്നെ BIM 360, പിന്നെന്താ ട്രിമ്പിൾ, ടെക്ല, സ്ട്രക്ചറൽ ഡീറ്റെയിലിങ്ങും മോഡലിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത് ടെക്ല യൂസ് ചെയ്തിട്ടാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അത് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. നല്ല ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കൂടിയാണ് ടെക്ല, റെവിറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത്രയും മിനിമം സോഫ്റ്റ്വെയർ, അതായത് റെവിറ്റ്, നവീസ് വർക്ക്, BIM 360, അതുപോലെ തന്നെ ടെക്ല, ഇത്രയും സോഫ്റ്റ്വെയർ തന്നെ നിങ്ങളുടെ കയ്യിൽ, അതായത് ബേസിക്കായിട്ടല്ല, അതിന് ഡീപ്പായിട്ട്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഒരു കുറച്ച് അതിൻ്റെ ബേസിക്സോ അതല്ലെങ്കിൽ എങ്ങനെ ഒരു വീട് വെക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ നമുക്കതല്ല. നമ്മളൊരു ഫീൽഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് എന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഈ വീട് വെക്കുന്ന പ്രോജക്റ്റൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾക്ക് കിട്ടുന്നത്, നല്ല പ്രോജക്റ്റിലേക്ക് പോയാൽ. അപ്പം അതിനനുസരിച്ചുള്ള കോറായിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വരും. അത് അവിടെ തന്നെ പറയുക. നിങ്ങളിപ്പോൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറയുക, ഇത്ര എനിക്ക് കോറായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് വീടുണ്ടാക്കി ലെവൽ സെറ്റ് ചെയ്ത് പോകുന്നതൊന്നും അല്ല എനിക്ക് പഠിക്കേണ്ടതെന്ന്. ഓക്കെ, എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ആർക്കിടെക്ചർ ഫീൽഡിൽ തുടങ്ങി ഇപ്പോൾ ബിം ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു സോഫ്റ്റ്വെയറിൽ ഒതുക്കി നിൽക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ റെവിറ്റ് പഠിച്ചു, അപ്പം അതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഞാൻ ബിം ഫീൽഡിൽ വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾക്ക് ചലഞ്ചസ് വരാറുണ്ട്. കാരണം നിങ്ങൾ ക്ലയൻറ്റ് മാറാറുണ്ട്, അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ പ്രിഫറൻസ് മാറാറുണ്ട്, അല്ലെങ്കിൽ ടൂൾസ് തന്നെ മാറാറുണ്ട്. ഇപ്പം ചിലപ്പം കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് ടൂൾസ് കിട്ടുകയാണെങ്കിൽ കമ്പനി അത് പർച്ചേസ് ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടി വരും. അപ്പം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം റെവിറ്റ് ആയാലും, ടെക്ലെ ആയാലും, നവീസ് വർക്ക് ആയാലും, 360 ആയാലും, സ്റ്റാഡ് ആയാലും, എന്തായാലും, ഇറ്റാബ് ആയാലും, ആർക്കിക്കാഡ് ആയാലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരുപാട് അവൈലബിൾ ആയിരുന്നു. ലിങ്ക്ഡിൻ ആയാലും, അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ എന്നെക്കാട്ട് നല്ല ചാനൽസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സോഫ്റ്റ്വെയർ സ്കിൽസ് വർദ്ധിപ്പിക്കുക. ഓക്കെ, എന്നാലും നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. കാരണം കൂടുതൽ ആൾക്കാർ ഇപ്പം വരുന്ന തലമുറ എന്ന് പറയുന്നത് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് ഇപ്പോൾ വരുന്നത്. സോ
ആ ഒരു ഇതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോഴേ ഇത് പഠിച്ച് തുടങ്ങുക. സോഫ്റ്റ്വെയർ മാക്സിമം നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക് അല്ല, അതിൻ്റെ കോർ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം കറൻ്റ് നല്ല കമ്പനീസൊക്കെ, അതായത് ഇപ്പം സൈറ്റിൽ പോയി ഒരു വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിൽ, ഒരു ആസ് എ എഞ്ചിനീയർ ഞാൻ പറയുകയാണ്, ഒരു സൈറ്റിൽ പോയി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു ഏണിങ്സ് അല്ലെങ്കിൽ സാലറി നിങ്ങൾക്ക് ഈ ബീം ഫീൽഡിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഈ ഫീൽഡിലേക്ക് അട്രാക്റ്റ് ആവുന്നതും. ഓക്കെ, അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ. മാക്സിമം ബിം ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ ഒതുങ്ങിയിരിക്കുന്നതല്ല. ബിം എന്ന് പറയുന്നത് ഒരുപാട് സോഫ്റ്റ്വെയർസിൻ്റെ അല്ലെങ്കിൽ ടെക്നോളജീസിൻ്റെ ഒക്കെ ഒരു മിക്സാണ്. ഓക്കെ, അതിൻ്റെ ഒരു പ്രോസസ്സാണ്. അത് എല്ലാം യൂസ് ചെയ്തിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് ബിം. അപ്പം അതിൽ സോഫ്റ്റ്വെയർസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഫീൽഡിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.